ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ബി ഫാം റിലേറ്റഡ് ആയിട്ട് നമ്മുടെ ചാനലിൽ ഫസ്റ്റത്തെ വീഡിയോ ആയിരിക്കും ഇത്. ഞാൻ ബി ഫാമിനെ പറ്റി ഞാൻ അധികം ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എഞ്ചിനീയറിങ് ആ ഒരു ഫീൽഡാണ് നോക്കിയത്. പക്ഷേ കുറേ കമൻറ്റ്സ് ഞാൻ കണ്ടു, ബി ഫാമിനെ പറ്റി വീഡിയോ ഇടുമോ. അതുപോലെ തന്നെ കുറേ ഇതിലൊക്കെ ആൾക്കാർ കമൻറ്റ്സ് ഇടുന്നുണ്ട് ബി ഫാമിനെ പറ്റി വീഡിയോസ്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ബി ഫാമിനെ പറ്റി അങ്ങനെ അധികം പ്ലാറ്റ്ഫോമിലൊന്നും വീഡിയോസ് ഇല്ല. അപ്പം എന്തുകൊണ്ട് നമ്മുടെ ചാനലിൽ ബി ഫാമിനെ പറ്റി ചെയ്തുവിടാം? അപ്പം ഞാൻ വിചാരിച്ച് ബി ഫാമിലെ ടോപ്പായിട്ടുള്ള കുറച്ച് കോളേജസും അതിനെ പറ്റിയൊക്കെ നമുക്ക് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. എനിക്ക് ബി ഫാം അധികം അറിയില്ല, പക്ഷേ എനിക്ക് അറിയണ കാര്യങ്ങളാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എന്തായാലും റിപ്ലൈ തരും. തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ട് വീഡിയോസ് വേണമെങ്കിലും കമൻസിൽ ചോദിക്കാൻ മറക്കരുത്. വീഡിയോസിലൊക്കെ കണ്ട കമൻസിൽ ഓൾമോസ്റ്റ് ആൾക്കാർ ചോദിക്കുന്നതാണ് ബി ഫാമിൻ്റെ ഓപ്ഷൻ രജിസ്ട്രേഷൻ തുടങ്ങിയിട്ടുണ്ടെന്ന്. ഇതുവരെ ബി ഫാമിൻ്റെ ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ നോട്ടിഫിക്കേഷൻസോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ഞാനിപ്പോൾ വീഡിയോ എടുക്കണ വരെ ബി ഫാമിൻ്റെ റിലേറ്റഡ് ആയിട്ട് വന്നിട്ടില്ല. ഇനിയിപ്പോൾ വന്നാൽ തന്നെ നമ്മുടെ ചാനൽ വഴി നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. കഴിഞ്ഞ വർഷം എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് കുറച്ച് ഡേയ്സ് കഴിഞ്ഞിട്ടാണ് ബി ഫാമിൻ്റെ ഓപ്ഷൻ രജിസ്ട്രേഷൻ തുടങ്ങിയത്. അപ്പോൾ ആ ഇതുകൂട്ട് തന്നെയായിരിക്കും ഇപ്പോഴും ഉള്ളത്. അധികം വലിയ വ്യത്യാസം ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. ഫാമിൻ്റെ കോളേജ് ലിസ്റ്റിൽ ആകെ 5 ഗവൺമെൻറ് കോളേജും ബാക്കിയൊക്കെ പ്രൈവറ്റ് കോളേജസാണ് ഉള്ളത്. അപ്പം നിങ്ങൾ നിങ്ങളുടെ റാങ്ക് അനുസരിച്ച് ഗവൺമെൻറ് കോളേജസൊക്കെ നോക്കിയെടുക്കുക. ഗവൺമെൻറ് കോളേജസിൽ ഫീസ് കുറവാണ്, പ്രൈവറ്റ് കോളേജിൽ ഫീസ് കൂടുതലാണ്. അപ്പം നിങ്ങളതൊക്കെ നിങ്ങളുടെ റാങ്ക് അനുസരിച്ച് നോക്കി ഓപ്ഷൻ കൃത്യമായിട്ട് വെക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഈ ഫാമിൽ തന്നെ ഗവൺമെൻറ് കോളേജസ് ആകെ കേരളത്തിൽ 5 എണ്ണം ഉള്ളൂ, ബാക്കിയൊക്കെ പ്രൈവറ്റ് കോളേജസ് ആണ്. ഈ 5 എണ്ണത്തിൽ വന്നെന്ന് വെച്ചാൽ കോളേജ് ഓഫ് ഫാർമനോട്ടിക്കൽ സയൻസ് ആൻഡ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രം, കോട്ടയം, കണ്ണൂർ, ആലപ്പുഴ, കോഴിക്കോട്. ഈ 5 സ്ഥലങ്ങളാണ് ഗവൺമെൻറ് കോളേജസ് വന്നത്. അത് തന്നെ പ്രൈവറ്റ് കോളേജസിൽ ടോപ്പായിട്ട് വന്നത് അമൃത സ്കൂൾ ഓഫ് ഫാർമസി കൊച്ചിയിലാണ്. അതാണ് ഞാൻ നോക്കിയപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഡാറ്റയൊക്കെ വെച്ച് നോക്കിയപ്പോൾ കേരളത്തിലെ ടോപ്പായിട്ട് കാണുന്നത് അമൃത കോളേജാണ് കണ്ടത്. നല്ല പ്ലേസ്മെന്റ് ഉണ്ട്, മോഡൽ ലബോറട്ടറി ആണ്. അടുത്തത് നിർമ്മല കോളേജ് ഓഫ് ഫാർമസി, അതും എറണാകുളത്താണ് വന്നത്. അൽ ഷിഫ കോളേജ് ഓഫ് ഫാർമസി മലപ്പുറം, JDT ഇസ്ലാം കോളേജ് ഓഫ് ഫാർമസി കോഴിക്കോട്. ഇതാണ് ഇത്തിരി പഴയ കോളേജ്, ഏറ്റവും പഴയ കോളേജാണ് കേരളത്തിലെ. അടുത്തത് നെഹ്റു കോളേജ് ഓഫ് ഫാർമസി തൃശ്ശൂരാണ്. അടുത്ത പുഷ്പഗിരി കോളേജ് ഓഫ് ഫാർമസി പത്തനംതിട്ട, സെന്റ് ജോസഫ് കോളേജ് ഓഫ് ഫാർമസി ആലപ്പുഴ, ശ്രീകൃഷ്ണ കോളേജ് ഓഫ് ഫാർമസി ആൻഡ് റിസർച്ച് സെന്റർ ട്രിവാൻഡ്രോണ്. ഇത് ഇത്തിരി അഫോർഡബിൾ ഫീ ആണ്. അടുത്തത് ദേവകി അമ്മ മെമ്മോറിയൽ കോളേജ് ഓഫ് ഫാർമസി മലപ്പുറം, ഗ്രേസ് കോളേജ് ഓഫ് ഫാർമസി പാലക്കാട്, പിന്നെന്തുവാ ഡെയിൽ വ്യൂ കോളേജ് ഓഫ് ഫാർമസി ആൻഡ് റിസർച്ച് സെന്റർ ട്രിവാൻഡ്രം. നോക്കിയപ്പോൾ ഓൾമോസ്റ്റ് ബെറ്റർ ആയിട്ടുള്ളതിൽ ഞാൻ ഇനിയും ഉണ്ടെന്ന് തോന്നുന്നു ഫാർമസി കോളേജസ്. ഞാൻ നോക്കിയതിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസ് ഇതൊക്കെയാണ്. നിങ്ങൾക്ക് ഇനി ഫാർമസി കോളേജ് സെലക്ട് ചെയ്യണേക്കാളും മുമ്പ് അവരുടെ ഇവിടെ പോയി സൈറ്റിൽ പോയി അവരുടെ ഓരോ കാര്യങ്ങൾ, ഫീ സ്ട്രക്ചർ നിങ്ങൾ എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയി ശ്രദ്ധിക്കേണ്ടതാണ്. ഫീ സ്ട്രക്ചറും അതുപോലെ തന്നെ അവിടെ പഠിക്കുന്ന സ്റ്റുഡൻസ് ആയിട്ട് കോണ്ടാക്ട് ചെയ്യാൻ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ശ്രദ്ധിക്കും. ഞാൻ മുമ്പത്തെ വീഡിയോയിലായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇപ്പം നമുക്ക് ഒരു കോളേജ് കിട്ടി, ആ കോളേജിലെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ കോളേജിൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ പോവാം. ഉണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ കോളേജസിലും തോന്നുന്നു ഇൻസ്റ്റഗ്രാം പേജിൽ പോയിട്ട് അതിനകത്ത് അവർ ഇടുന്ന പോസ്റ്റിനൊക്കെ കുറച്ചും കൂടി എൻഗേജ്ഡ് ആയിട്ട് കമൻറ്റും ലൈക്കൊക്കെ ചെയ്യണ ആൾക്കാരെ പോയി കണ്ടുപിടിച്ച് അവർക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചാൽ അവരോട് ചോദിക്കാം. നമുക്ക് കോളേജിൽ വിളിച്ച് ചോദിക്കുമ്പോൾ അവരെന്തായാലും അവരുടെ കോളേജിൽ നല്ലതല്ലേ പറയുള്ളൂ. അപ്പം നമുക്ക് അങ്ങനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കോളേജ് അറ്റ്മോസ്ഫിയർ, പ്ലേസ്മെൻറ്റ്, അതുപോലെ തന്നെ എങ്ങനെയാണ് നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ പറ്റും. അപ്പം എല്ലാവരും ഇങ്ങനെയൊക്കെ നോക്കി ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഫാർമസി റിലേറ്റഡ് ആയിട്ട് വീഡിയോ വേണമെങ്കിൽ എന്തായാലും കമൻസിൽ ചോദിക്കുക. നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.